PK അനിത, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള ഈ കനിവിൻ്റെ തണലിൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാരെ, മറ്റു പൊതുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ ഒന്നുമല്ല. കാരണം സംസാരം എന്നത് നമ്മളെ തീരെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പോസ്റ്റിൽ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ പിന്നിട്ട വഴികളും ഞാൻ സമൂഹത്തിൽ കണ്ട കുറച്ച് കാഴ്ചകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കരുവിൻ്റെ തണലിൻ്റെ ഈ പ്രവർത്തക കൂട്ടായ്മ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചോളും. പ്രിയപ്പെട്ട രാജേഷ് സാർ പറഞ്ഞു, അതേപോലെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞപ്പോഴും പറഞ്ഞു, കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. സുരേന്ദ്രൻ മൂക്കാൻ സാർ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് കരിവള്ളൂരാണ്. അപ്പൊ അങ്ങനെ പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും ഒത്തുചേർന്ന ഒരു കൂട്ടായ്മ. കാരണം കൂടുമ്പോൾ ഇപ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷെ ഞാൻ അതിനെ ഗണിക്കും. കൂടുമ്പോൾ ഇപ്പം ഉണ്ടാവുന്നതല്ല ഒരിക്കലും കുടുംബം. കുടുംബം എന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിൽ ആദ്യം വരുന്നത് സ്നേഹമാണ്. നമ്മൾ പരസ്പരം കൂടുമ്പോൾ ഉള്ളവർ തമ്മിലുള്ള സ്നേഹം, ആ കൂടുന്നവർ തമ്മിലുള്ള ഒരു വിശ്വാസം. കാരണം കുടുംബം എന്ന് പറയണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം, ഒരു വിശ്വാസം ഉണ്ടാവണം, ഒരു റെസ്പെക്ട്, ആദരവ്, പരസ്പരമുള്ള ഒരു ആദരവ്. അങ്ങനെ ഈ 3 ചേരുന്നതാണ് കുടുംബം. അത് പണ്ടാരോ പറഞ്ഞതാണ്, കൂടും കുടുംബം ഉണ്ടാകുന്ന കുടുംബം. കാരണം നമ്മൾ കുറച്ച് ആളുകളൊക്കെ, ചില ആൾക്കാർ കുറച്ച് സ്ഥലങ്ങളിൽ കൂടുമ്പോൾ 2 സ്മോൾ അടിക്കാൻ വേണ്ടി പോകും അല്ലേ. അപ്പൊ അതൊരു കുടുംബമല്ല. അതേപോലെ നമ്മുടെ വീട്ടിലെ കുടുംബശ്രീ നടക്കാറില്ല. അപ്പൊ കുടുംബശ്രീയിൽ കുറേ സ്ത്രീകൾ അതൊരു കുടുംബമായിട്ടാണ് കാണുന്നത്. അതിന്റെ പേര് തന്നെ കുടുംബശ്രീ. പക്ഷെ അതിനകത്ത് ഒരാൾ എഴുന്നേറ്റ് പോയോ അവരെ കുറിച്ച് എന്തൊരു ഗമയപ്പ പറയും. അതൊരു കുടുംബമായിട്ട് കാണാൻ പാടില്ല. പക്ഷെ ഈ കരിവിന്റെ തണൽ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ജോലിയിൽ നിന്ന്, വ്യത്യസ്ത സ്വഭാവ ശൈലിയിലുള്ളവർക്ക് എല്ലാവരും ചേർന്ന് മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി, ഒരു തണലായി കൂടെ നിൽക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് പ്രവർത്തിക്കാമെന്ന ഒരു മനസ്സിന്റെയും ഒരു വിശ്വാസത്തിന്റെയും കൂടെ ഒത്തുചേർന്ന ഈ കൂട്ടായ്മ, അതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം. എനിക്ക് തോന്നുന്നത് ഈ കരിവിന്റെ തണൽ ഒരു കുടുംബമാണ്. ഈ കുടുംബം എന്നും നിലനിൽക്കണം എന്നുള്ള ഒരാഗ്രഹം കൂടി പ്രകടിപ്പിക്കുക. പിന്നെ രണ്ടാമത് ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചാരിറ്റികൾ നടക്കുന്നത്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ 3 കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടാം. ഒന്ന്, ഈ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ അനർഹരായിട്ടുള്ളവർ പോലും ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എത്തിയിരിക്കും. ഈ അനർഹരായിട്ടുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ ഞങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും പറയും, അപവാദ പ്രചാരങ്ങൾ പറയും. അതേപോലെ ഇതിൽ നിന്ന് പിന്തിരിപ്പി അല്ലെങ്കിൽ ഇതിന്റെ ഈ ശക്തിയെ കെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആ പ്രേരണയിലൊന്നും നമ്മൾ അകപ്പെട്ടു പോകരുത്. രണ്ടാമത്തത്, നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത, ഉള്ളവന്റെ അടുക്ക മാത്രം തേടി പോകുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആ സംവിധാനം നമ്മളെപ്പോഴും അസ്തമിച്ച് കളയണമെന്നാണ് ഞാൻ പറയുന്നത്.